എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേര് പലപ്പോഴായിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ നമ്മൾ ഫ്രൈ പാനൊക്കെ ഗ്യാസിൽ വെച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ടൊക്കെ മാറി എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും മറന്നു പോവും. അപ്പോൾ ആകെ അടിഭാഗം കരിയും, അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വരും. അപ്പോഴാണ് ഒരുപാടൊക്കെ അടിയിൽ കരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ക്ലീൻ ചെയ്യാൻ വളരെ പാടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫ്രൈ പാനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കരിഞ്ഞ് പിടിച്ചിട്ട് കുറേ നാളായി. ഞാൻ പിന്നെ ഇത് ഉപേക്ഷിച്ച പോലെ ഇട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരുപാട് പേരായി ഈ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് മെസ്സേജൊക്കെ അയക്കുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇതൊന്ന് ക്ലീൻ ചെയ്യാം, അതൊരു വീഡിയോ ആക്കാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ അടിയിലോട്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ തൂക്കി കൊടുക്കുകയാണ്. ബേക്കിംഗ് സോഡയും ചെറുനാരങ്ങയാണ് ഞാനിപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ട് ഇങ്ങനെ തൂക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീരും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ അഴുക്കൊക്കെ കുറച്ച് ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ വെക്കാം. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് വീണ്ടും ക്ലീനിങ് തുടരാം. ഇതിപ്പോൾ ഒരുപാട് നന്നായിട്ട് തന്നെ അടിയിലൊക്കെ കരിഞ്ഞ് പിടിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കുറേ സമയത്ത് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടി വരുന്നത്. നിങ്ങളുടെ ഫ്രൈ പാനിൽ ഇത്രയ്ക്കൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് ക്ലീൻ ആയിട്ടുണ്ടാവും. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് സാൻഡ് പേപ്പറാണ് എടുക്കുന്നത്. നല്ല മൂർച്ചയുള്ള നല്ല ഷാർപ്പായിട്ടുള്ള സാൻഡ് പേപ്പർ നിങ്ങൾ ഹാർഡ്വെയർ ഷോപ്പിലോ അല്ലെങ്കിൽ പെയിൻറ്റ് ഷോപ്പിലോ ഒക്കെ ചോദിച്ചാൽ മതി. അപ്പോൾ കിട്ടും. നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ക്ലീനിങ് കാര്യങ്ങൾക്കൊക്കെ അത് യൂസ് ചെയ്യാം. നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം, നന്നായിട്ട് ഒരു മൂർച്ച പോലെയാണ് തൊടുമ്പോൾ. അത് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഉരച്ച് കൊടുക്കുക. സ്ക്രബ്ബർ വെച്ചിട്ടും നമുക്ക് ഉരയ്ക്കാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്യാതിരുന്നതുകൊണ്ട് ആ അഴുക്കതിൽ നന്നായിട്ട് ഇങ്ങനെ ഉറച്ച് പിടിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അധികം അഴുക്കില്ലെങ്കിൽ നിങ്ങൾ ഈ മെറ്റലിൻ്റെ ഈ സ്ക്രബ്ബർ കമ്പി വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ പതുക്കെ ഉരച്ച് കൊടുക്കുക. ഇടയ്ക്ക് ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒന്ന് തേച്ച് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് എടുക്കാം. സാൻഡ് പേപ്പർ വെച്ചിട്ട് ചെയ്യുമ്പോൾ പെയിൻ്റുള്ള ഭാഗത്തോട്ട് ആവാതെ നോക്കുക. ആ ഒരു നടുവിൽ മാത്രം ആക്കിയാൽ മതി. ആ ഫ്രൈ പാനിൻ്റെ താഴെ ഭാഗം മാത്രം നമുക്കിങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ആ പെയിൻറ്റിൻ്റെ ഭാഗത്തോട്ടൊന്നും ആവാതെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അഴുക്ക് ഇളകിയിട്ടിരിക്കുന്നതുകൊണ്ട് വേഗം പോവും. ഇപ്പോൾ നമ്മുടെ ഫ്രൈങ് പാനിൻ്റെ അടിഭാഗം ഒരു 99% ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ചെറിയ ബ്ലാക്ക് സ്പോട്ട് ഉള്ളത് എൻ്റെ ഒരു ഇൻഡക്ഷൻ ബേസ് ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു റൗണ്ടിലുള്ള മാർക്കുകൾ ഉണ്ടല്ലോ നിറച്ച്, അതിൻ്റെ ഇടയിലൊക്കെ ചെറുതായിട്ടൊരു ഇങ്ങനെ ഈ കരിഞ്ഞ് പിടിച്ചത് ഇരിക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഞാനിത് ഒരുപാട് നാൾ യൂസ് ചെയ്യാണ്ടും ഈ വെച്ചല്ലോ, അപ്പോൾ അത് ഫുള്ള് അതിനുള്ളിലായിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉറച്ചു പോയി. അതുകൊണ്ടാണ് ഇത്രയ്ക്കും പാട് ഉണ്ടായത്. നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് ചെറുനാരങ്ങയും ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്തൊരു പേസ്റ്റ് ആക്കിയിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബറില്ലേ അത് വെച്ച് കഴുകിയെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, അത് ഉപേക്ഷിച്ച പോലെ ഇട്ടതാണ്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ വീഡിയോ ചോദിച്ചപ്പോൾ അതിനെ വീണ്ടും എടുത്ത് ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ്
ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാൽ മാത്രമേ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായ പ്രാർത്ഥനാസ് വേൾഡും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.